സംഘപരിവാർ അജണ്ടയുണ്ട്. മലപ്പുറത്ത് തീവ്രവാദമാണ്, മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ്, ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ്. ഇവിടെ നിലമ്പൂരിൽ LDFന്റെ പ്രചരണത്തിന് നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ്. A. വിജയരാഘവന്റെ ഒരു ഡസനിലേറെയുള്ള പ്രസ്താവനകൾ, മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ എന്റെ കയ്യിലുണ്ട്. നിരവധി കാര്യങ്ങൾ, ഒരു വിഷയത്തിലല്ല. ഏറ്റവും അവസാനം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെന്നാണ് പറഞ്ഞത്. ആ വാദത്തിൽ വിജയരാഘവൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? 95,000 ചില്ലാനം വോട്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ അസംബ്ലി സെഗ്മെന്റിൽ നിന്ന് കിട്ടിയ വോട്ട്. 95,000 അധികം വോട്ട്, അതായത് 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം. 30,000 താഴെയാണ് സത്യൻ മൊകേരിയുടെ വോട്ട് കിട്ടിയത്. 65,000 ഭൂരിപക്ഷമാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ 95,000 പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകൾ തീവ്രവാദികളാണ്. അതാണ് എന്റെ ചോദ്യം. മറുപടി പറഞ്ഞേ മതിയാവും. തീവ്രവാദികളാണ്. പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വയനാട് നിയോജകമണ്ഡലത്തിൽ ജയിപ്പിച്ചത് വർഗീയ തീവ്രവാദികളാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് ഈ വിജയരാഘവൻ നടത്തിയിട്ടുള്ളത്. മലപ്പുറത്തെക്കുറിച്ച്, ലീഗ് നേതാക്കളെക്കുറിച്ച്, സാദിഖ് അലി തങ്ങളെക്കുറിച്ച്, ഇവിടെ നടന്ന എല്ലാ സംഭവത്തെക്കുറിച്ചും, ഇവിടെ നടന്ന സമരങ്ങളെക്കുറിച്ച്, ഹൈവേക്ക് അണ്ടർപാസ് വേണമെന്ന് നടത്തിയ സമരവും മലപ്പുറത്ത് വരുമ്പോൾ തീവ്രവാദികളാണ് സമരം നടത്തുന്നത്. ബാക്കി ജില്ലയിലൊന്നും അല്ല. ഇവിടെ എത്തുമ്പോൾ തീവ്രവാദികളാണ്. മുസ്ലിം തീവ്രവാദികളെന്നും ഇസ്ലാം തീവ്രവാദികളെന്നും മലപ്പുറത്തെ തീവ്രവാദികളെന്നും വ്യാപകമായി CPM നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ വാചകം ആവർത്തിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും പറയാനുള്ളത്, ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിലമ്പൂരിൽ CPI സ്ഥാനാർത്ഥിക്ക്, LDF സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ട്, പൊളിറ്റിക്കലായി കിട്ടേണ്ട വോട്ട് 29,000 അല്ലല്ലോ, ആണോ? അവർ അതിനേക്കാൾ കൂടുതൽ വോട്ട് അവർക്ക് വോട്ട്. ആ വോട്ട് കിട്ടിയില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ വോട്ട് പോയില്ലേ പ്രിയങ്ക ഗാന്ധിക്ക്? നിങ്ങളുടെ വോട്ട് പോയില്ലേ? CPM-കാരുടെ വോട്ട്, CPI-കാരുടെ വോട്ട്, LDFിലെ വിവിധ ഘടകകക്ഷികളുടെ വോട്ട് എല്ലാം പോയി. രാഹുൽ ഗാന്ധിക്കും പോയി, പ്രിയങ്ക ഗാന്ധിക്കും പോയി. നിങ്ങൾക്ക് 29,000 വോട്ട് മാത്രമേ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ വോട്ടുള്ളോ? എന്നിട്ടാണ് അവർക്ക് കിട്ടേണ്ട വോട്ട് കിട്ടിയില്ല. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നത് തീവ്രവാദികളുടെ വോട്ടാണോ? നിങ്ങൾക്ക് 50,000 60,000 വോട്ട് ഈ നിയോജക മണ്ഡലത്തിൽ ഉള്ളപ്പോൾ ആ 60,000 വോട്ട് എന്ന് പറയുന്നത് മലപ്പുറത്തെ തീവ്രവാദികളുടെ വോട്ടാണോ നിങ്ങൾക്ക് കിട്ടിയിരുന്നത്? ആ തീവ്രവാദികൾ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ അവർക്ക് മറിച്ചു കൊടുത്താണോ? യുക്തിരഹിതമായ വർത്തമാനം, സംഘപരിവാറിന്റെ അതേ നറേറ്റീവ്, രണ്ടുപേരും ഒരേ തോണിയിൽ യാത്ര ചെയ്യുകയാണ്. കേരളത്തിൽ ഈ അവിശുദ്ധ ബാന്ധവമാണ്. അതുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥി ആദ്യം വേണ്ട എന്ന് തീരുമാനിച്ചത്. അതിനുശേഷം വലിയ ആരോപണം BJP നേതൃത്വത്തിനെതിരെ ഉണ്ടായപ്പോഴാണ് ഏതോ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചത്. ഏതോ ഒരു സ്ഥാനാർത്ഥി, BJP-കാർക്ക് പോലും അറിയില്ല ആരാണെന്ന്. ഏതോ ഒരു സ്ഥാനാർത്ഥി. ഞാൻ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും പറയുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല. ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞങ്ങളങ്ങനെ കമന്റ് ഒന്നും പറയാറില്ല, അതുകൊണ്ട് പറയുന്നില്ല. എന്നിട്ട് പേരിന് വേണ്ടിയിട്ടാണ്. അവർ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെയുള്ളത്. അതിനെ പരാജയപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസം. ഈ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നടത്തിയ പരാമർശം അത് CPM നേതാക്കൾ വിവാദമാക്കുകയും ആ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുക. KC വേണുഗോപാലിന്റെ രൂക്ഷപ്രശ്നമാണ് CPM നേതാക്കൾ ഒന്നടങ്കം നടത്തുന്നത്. എങ്ങനെയാ? അവർക്ക് വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. വേറെ വിഷയമൊന്നുമില്ല. എന്താ KC വേണുഗോപാൽ പ്രസംഗിച്ച് നിങ്ങളെല്ലാം കേട്ടതല്ലേ? ഏതെങ്കിലും മാധ്യമങ്ങൾ അത് വിവാദമാക്കിയ അദ്ദേഹം പറഞ്ഞെന്താ, പെൻഷൻ കൊടുക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടാണ് 6-7 മാസത്തെ പെൻഷൻ കുടിശ്ശിക വലിച്ചു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ എല്ലാ വീടുകളിലും ഈ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊണ്ടുപോയി ഒരുമിച്ച് കൊണ്ടുപോകും.
അതൊരു ശരിയായ രീതിയാണോ? അതൊരു ശരിയായ രീതിയാണോ? അതാണ് കെ.സി. വേണുഗോപാൽ ചോദിച്ചത്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അത് ശരിയാണോ?